മക്കയിലെ മുഴുവൻ സമ്പത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയുടെയും ഉടമസ്ഥനായിരുന്ന ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അതെല്ലാം തനിക്ക് ഹനിക്കപ്പെടുന്നു. അവസാനം മരണസമയത്ത് പൂർണ്ണമായ ഒരു കഫം പുടവ പോലുമില്ലാതെ പച്ചപ്പുല്ലുകളാലും ചെടികളാലും ഇലകളാലും തൻ്റെ ശരീരഭാഗങ്ങളെ മറച്ച് ഖബറിലേക്ക് ഇറക്കേണ്ടി വന്ന ഒരു സ്വഹാബിയുടെ കഥയാണിന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനായി മാറിയ യസിരിബിൽ ഇസ്ലാമിക വിശ്വാസങ്ങൾക്കും പ്രമാണങ്ങൾക്കൊക്കെ അടിത്തറ പാകിയ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത കഥയിലേക്ക് അത്രമേൽ ത്രസിപ്പിക്കുന്ന, ആവേശം കൊള്ളിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന മനോഹരമായ ചരിത്ര അധ്യായങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മക്കയിലെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും ചെറിയ ഗോത്രമായ ബനു അബ്ദുൽ ദറിൽ ജനിച്ച മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ പൂർത്തീകരണമായിരുന്നു അദ്ദേഹം എന്നാണ് കണ്ടവരെല്ലാവരും പറഞ്ഞത്. അദ്ദേഹത്തെ കണ്ട ആളുകൾ പറയാറുണ്ടായിരുന്നു, ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് അത്രയും രൂപസാദൃശ്യമുള്ള സ്വഹാബിയായിരുന്നു. പ്രവാചകനെ പോലെ തന്നെയായിരുന്നു കണ്ടാൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്ന കുന്നസ് ബിൻത്ത് മാലിക്കിന് ഒരേ ഒരു മകനായിരുന്നു ഈ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അതിസമ്പന്നനായ തൻ്റെ ഭർത്താവ് മരിച്ചതോടുകൂടെ ഇത്രയും സമ്പത്തിൻ്റെ എല്ലാ ഉടമസ്ഥാവകാശവും ഈ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അവിടുത്തെ ഉമ്മയുടേതും മാത്രമായി മാറി. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത രീതികൾ അക്കാലത്തുണ്ടായിരുന്ന മക്കയിലെ ഒരു ട്രെൻഡ് സെക്ടർ ആയിരുന്നു എന്ന് വേണം പറയാൻ. യമനിൽ നിന്ന് അദ്ദേഹത്തിനു വേണ്ടി മാത്രമായിട്ട് തയ്യൽക്കാർ വരുന്നു. അതിസവിശേഷമായ സ്വർണങ്ങൾ കൊണ്ടും പട്ടുകൾ കൊണ്ടൊക്കെ നിർമ്മിച്ച വസ്ത്രശേഖരങ്ങൾ, അദ്ദേഹത്തിനു വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട പാദരക്ഷകൾ, മക്കയിലെ ഏറ്റവും സവിശേഷമായ സുഗന്ധദ്രവ്യങ്ങൾ, വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ തുടങ്ങി അത്യാഡംബരങ്ങളുടെ മൂർധന്യ ദശയിലായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ജനിച്ചതും ജീവിച്ചതും വളർന്നതുമെല്ലാം. മക്കയിലുണ്ടായിരുന്ന പെൺകുട്ടികളും ആളുകളും ഒക്കെ ഈ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന വഴികളിലെല്ലാം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം ധരിക്കുന്നത് പോലത്തെ വസ്ത്രങ്ങൾ ധരിക്കാൻ, അദ്ദേഹം ഉപയോഗിക്കുന്ന സുഗന്ധം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ അനുകരിക്കാൻ ഒരുപാട് ആളുകൾ അന്ന് മക്കയിലുണ്ടായിരുന്നു. പെൺകുട്ടികളെല്ലാം അദ്ദേഹത്തെ കാത്തിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പിറകെ നടക്കുന്ന ഒരു രീതിയായിരുന്നു അന്ന് മക്കയിൽ. അത്രയും സൗന്ദര്യ പൂർത്തീകരണത്തിൻ്റെ, സമ്പത്തിൻ്റെ ഒക്കെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകൾ അറിയാതെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദാറുൽ അർക്കമിനെ പറ്റിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയൊക്കെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. അദ്ദേഹത്തിന് അതിയായ താല്പര്യം തോന്നുന്നു. അങ്ങനെ ഉമ്മയറിയാതെ, നാട്ടുകാരും കാണാതെ ഒരു രാത്രി അതീവ രഹസ്യമായി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അന്നത്തെ ഇസ്ലാമിൻ്റെ പ്രഭവ കേന്ദ്രമായ, ശക്തി കേന്ദ്രമായ ദാറുൽ അർക്കമിലേക്ക് ഒരു രാത്രി ചെന്ന് കയറുകയാണ്. അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് മുഴുവനും അടിമകളായ, ദരിദ്രരായ, പാവപ്പെട്ട, ഒന്നുമില്ലാത്ത മനുഷ്യരായിരുന്നു. അവർക്കിടയിലേക്കാണ് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, എല്ലാവരാലും കാണാൻ ആഗ്രഹിക്കുന്ന സുന്ദരനായ ആ സ്വഹാബി ചെന്ന് കയറുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നപ്പോൾ അതിയായ സന്തോഷമുണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു കുറച്ച് സംശയങ്ങളൊക്കെ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം പ്രവാചകൻ മറുപടി പറയുന്നു. ഉടനെ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. വളരെ സന്തോഷത്തോടുകൂടെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവും ആരാധന കർമ്മങ്ങളും എല്ലാം വളരെ രഹസ്യമായി സൂക്ഷിക്കാൻ പറയുന്നു. ഒരു ദിവസം രാത്രി ആരും കാണാതെ അതീവ രഹസ്യമായി അദ്ദേഹം കഅബയ്ക്ക് സമീപത്ത് പോയി നിസ്കരിക്കുകയായിരുന്നു. കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ, നമ്മൾ പലവട്ടം പറഞ്ഞ, ചരിത്രത്തിൽ ഇടം പിടിച്ച ഉസ്മാൻ ബിൻ ത്വൽഹ ഇത് കാണുകയാണ്.
ഉസ്മാൻ ബിൻ ത്വൽഹ നേരെ ഹുന്നസ് ബിൻ മാലിക്കിനോട് അബു തങ്ങളുടെ ഉമ്മയോട് ഈ വാർത്തയെല്ലാം ചെന്ന് പറയുന്നു. ഉസ്മാൻ ബിൻ ത്വൽഹ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മക്ക് വിശ്വസിക്കാനായില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളുണ്ടായിട്ടും എൻ്റെ മകൻ എങ്ങനെയാണ് ആ മുഹമ്മദ് പറഞ്ഞത് കേൾക്കുന്നത്? അതിനൊരിക്കലും സാധ്യമല്ല എന്നതായിരുന്നു ഹുന്നസ് ബിൻ മാലിക്കിൻ്റെ പ്രതികരണങ്ങൾ. പക്ഷേ വീട്ടിലേക്ക് കയറി വന്ന മുസ്അബ് ബിൻ ഉമൈർ തങ്ങളോട് അടിക്കാൻ വേണ്ടി ഓങ്ങിക്കൊണ്ടാണ് ആ മാതാവ് ചെല്ലുന്നത്. പക്ഷേ അവർക്ക് തല്ലാനാവുന്നില്ല. അവരവിടെ നിന്ന് അലറുകയാണ്. ഈ മുഹമ്മദിനെയാണ് നീ വിശ്വസിക്കാൻ തുനിഞ്ഞതെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ അഭിമാനമാണ് നീ കളയാൻ ശ്രമിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇനി നിനക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് നീ കേൾക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിലും പ്രവാചകനിലും ഒക്കെ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന മുസ്അബ് ബിൻ ഉമൈർ തങ്ങൾക്ക് സമ്പത്തിൻ്റെയോ ആനുകൂല്യങ്ങളുടെയോ അനുഗ്രഹങ്ങളുടെയോ ഒന്നും മോഹന വാഗ്ദാനങ്ങൾ അദ്ദേഹത്തെ ത്രസിപ്പിക്കുമായിരുന്നില്ല. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അതൊന്നും ശ്രദ്ധിക്കാതെയായി. ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൽ, പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിലുടനീളം പുലർത്തുന്നതിൽ, ഇസ്ലാമിക കൽപ്പനകൾ അനുസരിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ വ്യാപൃതനാവാൻ തുടങ്ങി. അങ്ങനെയാണ് അബസീനിയയിലേക്കുള്ള ആദ്യത്തെ പലായന സംഘം പുറപ്പെടുന്നത്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അതിൽ ഒന്നാമനായിക്കൊണ്ട് തന്നെ നിലകൊള്ളുകയായിരുന്നു. പൂർണ്ണമായ ആരാധന സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി മക്കയിൽ മുശ്രിക്കീങ്ങളുടെ അക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വന്നപ്പോൾ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അബസീനിയയിലേക്ക് പലായനം ചെയ്യുകയാണ്. അബ്സീനിയയിലേക്കുള്ള പലായനം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തി അംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ ഈ മുസ്അബ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുന്നത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ആ പലായനത്തിന് ശേഷം മുസ്അബ് റളിയല്ലാഹു അൻഹുവും ഭാര്യയും ഇവിടെ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ആ വേളയിൽ ഉമ്മയെ കാണാൻ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരികയാണ്. പ്രവാചകനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉമ്മക്കത് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കി. ഉമ്മ പറയുന്നുണ്ട്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നു, ഉമ്മ, ഞാൻ അള്ളാഹുവിലും പ്രവാചകനിലും അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെക്കാൾ ഇഷ്ടവും പ്രണയവും ആ പ്രവാചകനോടാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ഭൂമിയിലേക്കുള്ള വാതിൽ തുറന്നു തന്നത് സത്യമാണ്. പക്ഷേ എനിക്ക് ഈ ലോകത്തിൻ്റെയും അടുത്തൊരു ലോകത്തിലേക്കുള്ള വാതിലൊക്കെ തുറന്നു തരുന്നത് എൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഉമ്മ എല്ലാവിധ ശാപവാക്കുകളും ചൊരിഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നു. ഇനി ഇവിടേക്ക് വരേണ്ടതില്ല, ഇവിടുത്തെ ഒരു മണി ധാന്യം പോലും അനുഭവിക്കാൻ നീ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷം ഉമ്മ മരിക്കുകയും ചെയ്യുന്നുണ്ട്. കാലം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഒരു ഹജ്ജ് കാലം എത്തുകയാണ്. അങ്ങനെ മക്കയിലേക്ക് പല നാടുകളിൽ നിന്നുമുള്ള, അറേബ്യയിൽ നിന്ന് പല നാടുകളിൽ നിന്നും ആളുകൾ ഈ കഅബ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്ന സമയമായിരുന്നു അത്. ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് ആളുകളും മക്കയിലേക്ക് എത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പുറം നാടുകളിൽ നിന്നുള്ള ആളുകളുമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുസ്ലിങ്ങളെയും സംസാരിക്കാൻ, അതിനുള്ള അവസരം തന്നെ ഇല്ലാതാക്കാൻ മക്കയിലുള്ള മുശ്രിക്കീങ്ങളും അബൂജഹലൊക്കെ കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. കാരണം ഈ മക്കയിൽ തന്നെ പുതിയൊരു വിശ്വാസം ഇങ്ങനെ വന്നു എന്നറിഞ്ഞാൽ ഖുറൈശികളുടെ പ്രഭാവ വലയത്തിനത് കാര്യമായിട്ട് കോട്ടം തട്ടിക്കും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുമായിരുന്നു. അങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതീവ രഹസ്യമായിക്കൊണ്ട് രാത്രികളിലൊക്കെ ചെന്നുകൊണ്ട് പുറം നാടുകളിൽ നിന്ന് വന്ന ആളുകളുമായിട്ട് ഇസ്ലാമിൻ്റെ സന്ദേശവും അള്ളാഹുവിൻ്റെ ആശയാദർശങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അങ്ങനെ മക്കയിൽ നിന്ന് വിദൂരത്തായ യസ്രിബ് എന്ന പ്രദേശത്തിൽ നിന്നുള്ള 6 ആളുകളുമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട തൻ്റെ അനുചരരൊക്കെ സംസാരിക്കുന്നത്. മദീനയിൽ നിന്ന്, അന്നത്തെ യസ്രിബിൽ നിന്ന് വന്ന ഈ ആളുകളോട് ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളൊക്കെ പങ്കുവെക്കുന്നു. അത് കേട്ടപ്പോൾ അവർക്കും അത് അടാതെ ആകർഷിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ നാട്ടിലെ ജൂതർ പറഞ്ഞതുപോലെ ഭാവിയിൽ വരാൻ പോകുന്ന പ്രവാചകനാണെന്ന് തോന്നുന്നു. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്ഥിരീകരിക്കുകയും ഖുർആനിക സൂക്തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സ്പോട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഈ 6 പേരും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ച. അവർ മദീനയിലേക്ക് തിരിച്ചു പോവാൻ, യസ്രിബിലേക്ക് പോകാൻ നിൽക്കുന്ന അവസരത്തിൽ അവർ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മതകാര്യങ്ങളും നിയമങ്ങളും അതിൻ്റെ സംഹിതകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള ആളുകളെ ഈ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കുമോ?
പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടും ചിന്തിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട അനുചരനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ കൂടെ അയക്കുകയാണ്. അങ്ങനെ അവരുടെ യസ്രിബിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. യസ്രിബിലെത്തിയതിന് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്രമേൽ പ്രണയിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ്റെ മതത്തെപ്പറ്റി, പ്രവാചകൻ്റെ സ്വഭാവ സവിശേഷതകളെപ്പറ്റി, സ്വഭാവ ഗുണങ്ങളെപ്പറ്റി എല്ലാം യസ്രിബിലെ ആളുകൾക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇസ്ലാമിക ആശയാദർശങ്ങളുമായിട്ട് ഒരാൾ മദീനയിൽ യസ്രിബിൽ പിറവി എടുത്തിട്ടുണ്ട് എന്ന് കേട്ടതോടുകൂടെ അവിടുത്തെ പ്രബലമായ ഗോത്ര നേതാക്കളെല്ലാം ഇദ്ദേഹത്തെ വകവരുത്താൻ വേണ്ടി പദ്ധതിയിടുന്നുണ്ട്. അങ്ങനെയാണ് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഒരു ഊഴിപ്പിടിച്ച കടാരയുമായിട്ട് ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ നിശബ്ദമായിരിക്കണം, ഈ പുതിയ മതത്തിൻ്റെ പ്രചാരണമൊന്നും ഇവിടെ അനുവദനീയമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളിത് അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഈ കടാരയായിരിക്കും നിങ്ങൾക്ക് മറുപടി പറയുക എന്ന് പറയുന്നു. ആ സമയത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹു വളരെ യുക്തിപൂർണമായിട്ട് ആ വേളയിൽ ഇടപെടുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സഹോദരാ, ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കുക കൂടി ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആദ്യം ഞാൻ എന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ അവിടെ വന്നിരുന്ന ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന് ഖുർആനിലെ ചില സൂക്തങ്ങൾ മിസ്അബ് റളിയല്ലാഹു അൻഹു ഓതിക്കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ യസ്രിബിലേക്ക് പറഞ്ഞയക്കാൻ തന്നെ കാരണം അദ്ദേഹം ഖുർആൻ പൂർണ്ണമായി ഹൃദ്യസ്ഥമാക്കിയിരുന്നു. മനോഹരമായ ഓത്തിനുടമയായിരുന്നു അദ്ദേഹം. പ്രവാചകൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഖുർആൻ തനിക്ക് ഓതി കേൾപ്പിച്ച് തരാൻ പറയുന്ന സംഭവങ്ങളൊക്കെ ഹദീസുകളിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഖുർആൻ പാരായണത്തിൽ മുഴുകിപ്പോയ ഈ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരുന്നത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മദീനയിലെ ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇത് അറിഞ്ഞതോടുകൂടി ദേഷ്യത്തോടെയാണ് മിസ്അബ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. മിസ്അബ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനോടും ഇതേപോലെ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നു. ഉടനടി സഅദ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആവുന്നു. സഅദ് റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുന്നത് തൻ്റെ ഗോത്രത്തിലേക്കാണ്. ഞാൻ വിശ്വസിക്കുന്ന പുതിയൊരു മതം, മക്കയിൽ അതിൻ്റെ പ്രവാചകൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ദൂതൻ ഇവിടെയും എത്തിയിട്ടുണ്ട്, നിങ്ങൾ ആ മതത്തിൽ വിശ്വസിച്ചു കൊള്ളുക, പൂർണ്ണമായും അത് സത്യമാണ്, ഏകമായ ദൈവത്തിൽ വിശ്വസിക്കാനാണ് അത് കൽപ്പിക്കുന്നത് തുടങ്ങിയ ആശയാദർശങ്ങളൊക്കെ തൻ്റെ ഗോത്രക്കാരോട് പറഞ്ഞു കൊടുക്കുന്നു. അതിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഇന്നു മുതൽ ഗോത്രങ്ങളിൽ നിന്നുള്ള ഒരു ആനുകൂല്യവും ഉണ്ടാവുകയില്ല, പരസ്പരം കല്യാണങ്ങൾ നടത്തി കൊടുക്കുകയില്ല, കച്ചവടങ്ങൾ നടക്കുകയില്ല എന്നൊക്കെ പറയുന്നു. ഉടനടി ഗോത്രം മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന ഒരൊറ്റ വ്യക്തി കൊണ്ട് മദീനയുടെ ചിത്രം തന്നെ ഇസ്ലാമിലേക്ക് വരുന്ന മനോഹരമായ കാഴ്ച. അടുത്ത ഹജ്ജിൻ്റെ വേളയിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് ചെല്ലുമ്പോൾ 70 ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. സന്തോഷം കൊണ്ട് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വാരിപ്പുണരുന്നുണ്ട്. വെറും 6 പേരുമായിട്ട് ഇവിടെ നിന്ന് പോയ മിസ്അബ് റളിയല്ലാഹു അൻഹു ആണ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും 70-ലധികം മുസ്ലിങ്ങൾ അവരെ മദീനയിൽ മുഴുവനും ബേസ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 70 പേരെ ഹജ്ജിനുമായിട്ട് ഇവിടേക്ക് വരുന്നു. മനോഹരമായ കാഴ്ചയായിരുന്നു അത്. മദീനയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനത്തിൻ്റെ വേളയെത്തുമ്പോൾ ത്വലഅൽ ബദ്ർ ചൊല്ലി അവർ വളരെ സന്തോഷത്തോടെ പ്രവാചകനെയും അബൂബക്കർ തങ്ങളെയും സ്വീകരിക്കുന്നുണ്ട്. കേവലം അതിനു മുൻപ് മദീനയിലുണ്ടായിരുന്ന ആളുകളൊന്നും പ്രവാചകനെ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും പ്രവാചകനോടുള്ള അതിയായ ആ പ്രണയം അവരുടെ മനസ്സിൽ തളിർത്തു വരാനുള്ള ഒരേയൊരു കാരണം മിസ്അബ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു അത്രമേൽ മനോഹരമായാണ് പ്രവാചകനെയും ദീനിനെയും ഖുർആനിനെയും ഒക്കെ യസ്രിബിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തത്. യസ്രിബിൽ ഇന്നും ഒരാൾ ചെയ്യുന്ന നന്മക്ക് അതിനുശേഷം എത്രയോ ഖിലാഫത്തും പ്രവാചക ഭരണവും എല്ലാം നിലവിൽ വരുന്നത് മദീനയിലാണ്. ഇന്നും മദീനയിൽ പോയിട്ട് ഒരാളൊരു നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം മിസ്അബ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ എത്രയോ ഉണ്ട്. അത്രമേൽ വലിയ സംഭാവനയാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു ദീനിനും യസ്രിബിനു വേണ്ടിയിട്ടൊക്കെ ചെയ്തു തീർത്തത്. മദീനയിലെത്തി കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ബദർ യുദ്ധത്തിനുള്ള വിളിയാളം വരുന്നു. ബദർ യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിരിക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിലെ പതാകവാഹകനെ തീരുമാനിക്കുന്ന അതിനിർണായകമായ ഘട്ടത്തിലാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പല പ്രമുഖരായ സ്വഹാബിമാരും അവിടെ ഉണ്ട്.
ധീരരായ ഉമർ തങ്ങളെപ്പോലെ, അബൂബക്കർ തങ്ങളെപ്പോലെ, ഹംസ റളിയല്ലാഹുവിനെ പോലെ, അലി റളിയല്ലാഹുവിനെ പോലെ ഒരുപാട് പേരുണ്ട്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിസ്അബ് റളിയല്ലാഹുവിനെ മുന്നിലേക്ക് വിളിച്ചിട്ട് ബദറിൻ്റെ പതാക അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. കാരണം മുഹാജിരീങ്ങളെയും അൻസാറുകളെയും ഒരേപോലെ അറിയുന്ന, അവർക്ക് രണ്ടുപേർക്കും അത്രമേൽ സുപരിചിതനായ, അത്രമേൽ പണ്ഡിതനും ധീരനും ശൂരനുമായ ആ മിസ്അബ് റളിയല്ലാഹു തന്നെയായിരിക്കണം ബദറിൻ്റെ പതാകവാഹകനെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ബദറിലുള്ള വിജയാഹ്ലാദങ്ങൾക്കൊക്കെ ശേഷം, വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഉഹുദ് യുദ്ധത്തിലും ഇതേപോലെ മക്കക്കാർക്കും മദീനക്കാർക്കും പ്രിയങ്കരനായ മിസ്അബ് റളിയല്ലാഹുവിനെ തന്നെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതാകവാഹകനായിട്ട് നിയമിക്കുന്നത്. ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹുദ് മലക്ക് മുകളിൽ നിർത്തിയിരുന്ന 50 അമ്പെയ്ത്തുകാർ, ഒരു കാരണവശാലും യുദ്ധം അവസാനിക്കുന്നത് വരെ, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നത് വരെ ഒരിക്കലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞു നിർത്തിയിരുന്ന 50 അമ്പെയ്ത്തുകാർ യുദ്ധം അവസാനിച്ച് ശത്രുപക്ഷത്തിലെ ആളുകളൊക്കെ പിന്തിരിഞ്ഞോടിയതിന് ശേഷം ഒനീമത്ത് മുതലുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അവിടെ മലക്ക് മുകളിൽ നിന്നിരുന്ന 50 ആളുകളിൽ 40 ആളുകളും ഇറങ്ങി തിരിച്ചപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിലുള്ള ശത്രുപക്ഷത്തെ പടയാളികൾ അതുവഴി ബാക്കിയുള്ള 10 പേരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ മലമുകളിലൂടെ ഇറങ്ങി വരികയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പോലും കിംവദന്തികൾ പരത്തിയ ആ യുദ്ധത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി മിസ്അബ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ത്യാഗോജ്വലമായ പോരാട്ടത്തിൻ്റെ കഥ ഉഹുദിൽ നിന്ന് നമ്മെ തേടി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ രൂപസാദൃശ്യമായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പതാക ഏന്തിക്കൊണ്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ നിൽക്കുന്ന ഭാഗത്തിന് ഓപ്പോസിറ്റായിട്ട് തക്ബീർ വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ശത്രുപക്ഷത്തിൽ നിന്ന് പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ക്രൂരരായ ആളുകൾ മുഴുവനും പ്രവാചകനാണ് ഇത് എന്ന് കരുതി മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഓടുകയാണ്. തൻ്റെ കൊടി പിടിച്ചിരുന്ന വലത് കൈക്ക് ക്രൂരനായ ഒരു ശത്രു ആഞ്ഞു വെട്ടുന്നു. ഇബ്നു ഖാബി അൽ-ലൈനി എന്നായിരുന്നു ആ ശത്രുവിൻ്റെ പേര്. വലത് കൈ നഷ്ടമായപ്പോൾ ആ ഇസ്ലാമിൻ്റെ വിജയക്കൊടി അദ്ദേഹം ഇടത് കൈയിലേക്ക് ചേർത്ത് പിടിക്കുന്നു, ഇടത് കൈയിനും വെട്ടുന്നു. 2 കൈയും നഷ്ടമായപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ കൊടി നിലം തൊടിയിക്കാതെ ഇസ്ലാമിൻ്റെ വിജയ പതാക വാനിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ആ ശത്രു പിറകിൽ നിന്ന് വെട്ടുന്നു. ജീവൻ നഷ്ടപ്പെട്ട് അദ്ദേഹം പോർക്കളത്തിലേക്ക് വീഴുകയാണ്. ഉടനടി ഇത് പ്രവാചകനാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കൾ കിംവദന്തി പരത്തിവിടുന്നത്. ഉടനടി പല മുസ്ലിങ്ങളും പ്രവാചകൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതി യുദ്ധത്തിൻ്റെ പോർക്കളത്തിൽ നിന്നും ഇറങ്ങിയോടുകയാണ്. അങ്ങനെയാണ് ഇസ്ലാമിന് ആ യുദ്ധവേളയിൽ പരാജയം പോലും പിണയുന്നത്. അത്രമേൽ തൻ്റെ സ്വയം ജീവിതം പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. യുദ്ധം അവസാനിച്ച് പല പ്രിയപ്പെട്ട മനുഷ്യരും പ്രവാചകന് നഷ്ടപ്പെട്ട യുദ്ധമായിരുന്നു അത്. ആദ്യമായിട്ട് പ്രവാചകൻ ചെല്ലുന്നത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്തിൻ്റെ അടുത്തേക്കാണ്. അതിവികൃതമായി ശത്രുക്കൾ പിച്ചി ചീന്തിയ അവസ്ഥയിലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ്റെ സഹോദരൻ്റെ മൃതദേഹം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. പ്രവാചകൻ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് പ്രവാചകൻ കണ്ടത് തൻ്റെ പ്രിയപ്പെട്ട അനുചരനായി മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചേതനയേറ്റ് കിടക്കുന്ന 2 കൈകളും നഷ്ടപ്പെട്ട ഈ മൃതശരീരമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താങ്ങാനാവാതെ തേങ്ങിക്കരയുകയായിരുന്നു. അതിനുശേഷം പ്രവാചകൻ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് മയ്യത്ത് സംസ്കരിക്കാനുള്ള വേളയിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് കഫം പുടവ പോലുമില്ല. ഒരു ചെറിയ കഫം പുടവയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തല മൂടിക്കഴിഞ്ഞാൽ കാല് പുറത്താകും, കാല് മൂടിക്കഴിഞ്ഞാൽ തല പുറത്താകും. അങ്ങനെ ഒരു അവസ്ഥയെത്തി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തലയുടെ ഭാഗം മൂടി കെട്ടുക, ശേഷിക്കുന്ന കാലിൻ്റെ ഭാഗത്ത് പച്ച പുല്ലുകളും പച്ച ഇലകളൊക്കെ ചേർത്ത് കെട്ടിയിട്ട് അദ്ദേഹത്തെ ഖബറടക്കൂ എന്നുള്ള കൽപ്പന നൽകുന്നു. 70-ലധികം മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സ്വഹാബത്ത് നമ്മോട് പറയുന്നത്. അത്രമേൽ ത്യാഗോജ്വലമായ ജീവിതം, അത്രയും പ്രിയപ്പെട്ട പ്രവാചകന് വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹു അങ്ങനെ അദ്ദേഹം ആ ഉഹുദ് യുദ്ധത്തിൽ വെച്ചിട്ട് ഷഹീദാവുകയാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടും ആ കാലയളവിലുണ്ടായിരുന്ന സ്വഹാബത്ത് പിന്നീട് അവർക്ക് ഒരു നല്ല ഭക്ഷണം ലഭിക്കുമ്പോൾ പോലും അവർ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഓർത്ത് പൊട്ടിക്കരയുമായിരുന്നു.
നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പോലും അവർ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോർത്ത് കരയുമായിരുന്നു. കാരണം ഒരു കാലത്ത് മദീനയിലെ സമ്പത്തിൻ്റെ കൊടുമുടിയിൽ വാണിരുന്ന ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ, പ്രവാചകനിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ അതെല്ലാം തനിക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അവസാന മരണവേളയിൽ ഇസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പൂർണ്ണമായ ഒരു കഫം പുടവ പോലും ഇല്ലാതെയാണ് ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വരുന്നത്, കാലിൽ മുഴുവനും പച്ചിലകൾ തുന്നിച്ചേർത്തിയ അവസ്ഥയിൽ. പിന്നീട് ഓരോ സഹാബത്തും അവർക്ക് ഓരോ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അനുഗ്രഹങ്ങളൊന്നും അനുഭവിക്കാൻ നിൽക്കാതെ ദുനിയാവിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോയ മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയോർത്തിട്ട് വേദനയോടെ കരയുമായിരുന്നു. മറ്റു സ്വഹാബിമാരെല്ലാം ഈ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വരുന്ന അടിമകളായിരുന്ന ദരിദ്രരായിരുന്ന സ്വഹാബത്തൊക്കെ അവർ ഒന്നും ദുനിയാവിൻ്റെ സുഖങ്ങളൊന്നും അനുഭവിക്കാതെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് അത് അവർക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ ഇസ്അബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സമ്പത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്ന വേളയിലാണ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം അവിടെ നടത്തുന്ന വലിയ ത്യാഗം അവിസ്മരണീയമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നതും സലാം പറയുന്നതൊക്കെ വളരെ വികാരപൂർണമായ ചരിത്രത്തിലെ ഏടുകളാണ്. സ്വന്തം സമ്പത്തിനും ദുന്യവിയായ വിജയങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ദീനിനെ അവർ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിത വഴിയിൽ ഏറ്റവും പ്രകാശപൂർണമായി അവർ നിലകൊള്ളേണ്ടതിൻ്റെ പിന്നിലുള്ള ഏറ്റവും മഹത്തരമായ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുകൂടെ നാളെ അവൻ്റെ ജന്നാത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്തൊരു ദിവസം മനോഹരമായ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.